ഹായ് ഗൈസ്, വെൽക്കം ടു വീലൈൻ സ്റ്റഡി പ്ലാറ്റ്ഫോം. ഇന്ന് സൺഡേ ന്യൂസ് പേപ്പറാണ്. സോ നമുക്ക് മാഗസീനുണ്ട്. ഒപ്പം തന്നെ സൺഡേ ന്യൂസ് പേപ്പറിൽ നമ്മൾ കൂടുതലും ഫോക്കസ് ചെയ്യേണ്ടത് സയൻസ് ആൻഡ് ടെക്നോളജി പേജാണ്. ഒപ്പം തന്നെ എൻവയോൺമെൻറ്റ് ആൻഡ് എക്കോളജി പോയിന്റ് ഓഫ് വ്യൂവിലുള്ള ഒരു ആർട്ടിക്കിളും സ്കിപ്പ് ചെയ്യാൻ പാടില്ല. സോ ഫസ്റ്റ് നമ്മൾ ഫ്രണ്ട് പേജിലേക്കാണ് പോകുന്നത്. ഫ്രണ്ട് പേജിൻ്റെ കണ്ടിന്യൂഷനാണ് പേജ് നമ്പർ 7 എന്ന് പറയുന്നത്. ഈ രണ്ട് പേജ് നോക്കുമ്പോഴേക്കും രണ്ട് ഇമ്പോർട്ടൻറ്റ് ന്യൂസുകളാണ് UPSC പോയിന്റ് ഓഫ് വ്യൂവിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. ഫസ്റ്റ് ആർട്ടിക്കിൾ GS പേപ്പർ 2 ഹെൽത്ത് റിലേറ്റഡ് ആർട്ടിക്കിൾ ആണ്. ഗ്യാപ്പ് ബിറ്റ്വീൻ ഫസ്റ്റ് സെക്കൻഡ് ഡോസസ് ഇസ് ദ സ്റ്റാർക്കസ്റ്റ് ഇൻ ഇന്ത്യ. സോ ഇന്ത്യയുടെ വാക്സിനേഷൻ ഡ്രൈവിൻ്റെ ആ ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് നോക്കുകയാണെങ്കിൽ നമ്മൾ എന്താണ് ബില്യൺസ് ഓഫ് വാക്സിൻസ് ആയിരുന്നു ഡെലിവർ ചെയ്തതില്ലേ. സോ ഈ ഒരു വാക്സിനേഷൻ ഡ്രൈവോട് കൂടി ഗ്ലോബലി തന്നെ ഈ ഒരു COVID-19 വാക്സിൻ അഡ്മിനിസ്റ്റർ ചെയ്തിട്ടുള്ള സെക്കൻഡ് ഹയസ്റ്റ് ഡിസ്പെൻസറായിട്ട് ഇന്ത്യ മാറി. ബട്ട് ഈ ഒരു ആർട്ടിക്കിളിൽ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് ഡോസ് കഴിഞ്ഞാൽ പിന്നീട് നമ്മളൊരു പർട്ടിക്കുലർ ഗ്യാപ്പ് കഴിയുമ്പോഴേക്കും സെക്കൻഡ് ഡോസ് എടുത്തിരിക്കണം അല്ലേ. ഈ ഒരു സെക്കൻഡ് ഡോസും ഫസ്റ്റ് ഡോസിനും ഇടയിലുള്ള ഗ്യാപ്പ് ഇന്ത്യയിൽ വൈഡ് ആണെന്നാണ് കാണിക്കുന്നത്. സോ ഇതിലൊരു ഇമേജ് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഇമേജിൽ ആ ഒരു ഗ്യാപ്പാണ് കാണിക്കുന്നത്. ആ ഒരു ലൈൻ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ആ ഒരു ഗ്യാപ്പാണ്, ഫസ്റ്റ് ഡോസിനും സെക്കൻഡ് ഡോസിനും ഇടയിലുള്ള ഗ്യാപ്പ്. ഇതിൽ ഏറ്റവും ചെറിയ ഗ്യാപ്പ് കാണിക്കുന്നത് റഷ്യയാണ്. ഏറ്റവും കൂടുതൽ ആ ഒരു ഗ്യാപ്പ് കാണിക്കുന്നത് ഇന്ത്യയാണ്. സോ ഗ്യാപ്പ് കൂടുകയാണെങ്കിൽ എഫിഷ്യൻസിയാണ് അവിടെ കോംപ്രമൈസ് ആവുന്നത്. സോ ബ്ലൂംബർഗിൻ്റെ ആ ഒരു വാക്സിനേഷൻ മാപ്പിങ്ങുമായി ബന്ധപ്പെട്ടുള്ള ഒരു ട്രാക്കിങ്ങിൻ്റെ ഡേറ്റാസ് നോക്കുകയാണെങ്കിൽ ചൈനയിൽ 82% പോപ്പുലേഷനും ഫസ്റ്റ് ഡോസ് എടുത്തിട്ടുണ്ട്. സെക്കൻഡ് ഡോസ് 76% പോപ്പുലേഷനും കവർ ചെയ്തിട്ടുണ്ട്. സോ ഫസ്റ്റ് ഡോസിൻ്റെയും സെക്കൻഡ് ഡോസിൻ്റെയും ആ ഒരു റേഷ്യോ ചൈനയുടെ നോക്കുകയാണെങ്കിൽ 1.1 ആണ്. സിമിലർലി US വരുമ്പോഴേക്കും എന്താണ് ഫസ്റ്റ് ഡോസ് എടുത്തിട്ടുള്ള ആ ഒരു പോപ്പുലേഷൻ കവറേജ് എന്ന് പറയുമ്പം 66.2%, സെക്കൻഡ് ഡോസ് എന്ന് പറയുന്നത് 57.3%. സോ ഈ ഒരു റേഷ്യോ ഗ്യാപ്പ് വരുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ 1.15 ആണ്. സിമിലർലി യൂറോപ്യൻ യൂണിയൻ ആണെങ്കിൽ 1.04 ആണ്. എന്നാൽ ഇന്ത്യയുടെ കേസ് എടുക്കുമ്പോഴേക്കും ഇത് ഡബിൾ ഡിജിറ്റ് ആണ്. അതായത് 2.4% ആണ് ഫസ്റ്റ് ഡോസും സെക്കൻഡ് ഡോസിനും ഇടയിലുള്ള ആ ഒരു റേഷ്യോ എന്ന് പറയുന്നത്. സോ നമ്മൾ ഫസ്റ്റ് ഡോസ് ഏകദേശം 51% പോപ്പുലേഷൻ കവർ ചെയ്തിട്ടുണ്ട്. എന്നാൽ സെക്കൻഡ് ഡോസിൻ്റെ കേസ് എടുക്കുമ്പോഴേക്കും നമുക്ക് 21% പോപ്പുലേഷനെ കവർ ചെയ്യാൻ സാധിച്ചിട്ടുള്ളൂ. ഇതുകൊണ്ടാണ് ഇത്രയും വൈഡ് ആയിട്ടുള്ള ഗ്യാപ്പ് വരുന്നത്. ഫസ്റ്റ് ഈ ഒരു ആർട്ടിക്കിളിൽ നിന്ന് നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത്, എങ്ങനെയാണ് ഈ ഒരു ആർട്ടിക്കിളിനെ നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നത് എങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തുകൊണ്ടാണ് ഇന്ത്യയിൽ ഇത്രയും ഗ്യാപ്പ് കൂടാനുള്ള കാരണം. സോ ഈ ഒരു കാരണത്തെ പറ്റി ചോദിക്കുകയാണെങ്കിൽ കൂടുതൽ പോപ്പുലേഷനും കോവിഷീൽഡിലേക്കാണ് പോയത്. നമുക്കിവിടെ കോവാക്സിൻ ഉണ്ട്. ഒപ്പം തന്നെ നമ്മൾ എമർജൻസി യൂസേജിന് വേണ്ടി മറ്റ് രാജ്യങ്ങളുടെ വാക്സിനും ഇവിടെ ഉണ്ടില്ലേ. റഷ്യയുടെ സ്പുട്നിക് ഉണ്ട്. സോ എക്സ്ട്രാസെനിക്ക ഉണ്ട്. സോ ഇതെല്ലാം ഉണ്ടായിട്ടും നമ്മുടെ പോപ്പുലേഷനിലെ 88%ഉം കോവിഷീൽഡാണ് ഓപ്റ്റ് ചെയ്തത്. സോ ഒരു വാക്സിന് മാത്രം ഡിമാൻഡ് കൂടുകയാണെങ്കിൽ അതിനനുസരിച്ച് സപ്ലൈ പ്രൊവൈഡ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ എന്ത് ചെയ്യും? സോ അതുകൊണ്ട് തന്നെ ഗവൺമെൻറ് എന്ത് ചെയ്തു, ആ ഒരു ഫസ്റ്റ് വാക്സിനേഷന് കൂടുതൽ പ്രയോറിറ്റി കൊടുത്തു. അതുകൊണ്ടാണ് ഇന്ത്യയിൽ ഇത്രയും ഗ്യാപ്പ് വരാനുള്ള റീസൺ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ആർട്ടിക്കിൾ GS പേപ്പർ 2 ഇൻ്റർനാഷണൽ റിലേഷനുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്ന ആർട്ടിക്കിളാണ്. ഇന്ത്യൻ മെയ്ഡ് സ്പ്രേ ലിങ്ക് ടു റെയർ ഇൽനെസ് ഇൻ US. സോ US വോൾമാർട്ട് എന്ന് പറയുമ്പം ഷോപ്പിംഗ് മോളാണ്. ഇത് US-ലുമുണ്ട്. സോ ഇവിടെ ഇന്ത്യൻ മെയ്ഡായിട്ടുള്ള ഒരു സ്പ്രേ ഉണ്ടായിരുന്നു അവരുടെ ഷെൽഫ്സിൽ. സോ ഈ ഒരു സ്പ്രേ എന്ന് പറയുന്ന റൂം ഫ്രഷ്നറായിട്ട് യൂസ് ചെയ്യുന്നതാണ്. അരോമാറ്റിക് തെറാപ്പി സ്പ്രേ എന്നാണ് അറിയപ്പെടുന്നത്. സോ ഈ ഒരു സ്പ്രേയിൽ മെഡിക്കൽ ഇൻവെസ്റ്റിഗേഷൻ നടത്തിയപ്പോഴേക്കും വളരെ റെയർ ആയിട്ടുള്ള രോഗത്തിന് കാരണമാകുന്ന ഒരു ബാക്ടീരിയയെ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട്. സോ ഇന്ത്യൻ മെയ്ഡ് ആയിട്ടുള്ളൊരു സ്പ്രേയിൽ ബാക്ടീരിയ കണ്ടാമിനേറ്റഡ് ആയിട്ടുണ്ട്. ഈ ബാക്ടീരിയ വളരെ റെയർ ആയിട്ടുള്ള ഒരു രോഗത്തിന് ഇടയാക്കുന്നുണ്ട്. സോ 4 പേരാണ് ഇൻഫെക്റ്റഡ് ആയിട്ടുള്ളത്. ഇതിൽ 2 പേര് മരണപ്പെട്ടു. ഈ ഒരു റെയർ രോഗത്തിൻ്റെ പേരാണ് മെലിയോ ഓയിഡോസിസ് എന്ന് പറയുന്നത്. ഈ ഒരു മെലിയോ ഓയിഡോസിസ് പടർത്തുന്ന ഒരു ബാക്ടീരിയ ആണ്. ആ ഒരു ബാക്ടീരിയയുടെ പേരാണ് ബെർക്കോൾഡേറിയ സ്യൂഡോമാലെ. ഇത് കൂടാതെ തന്നെ മറ്റൊരു പ്രിലിംസ് ഫാക്റ്റും കൂടിയുണ്ട്. ഈ ഒരു മെലിയോ ഓയിഡോസിന് മറ്റൊരു പേരും കൂടിയുണ്ട്, വിറ്റ്മോർ ഡിസീസ്. സോ നമുക്ക് പ്രിലിംസിന് ചിലപ്പം വിറ്റ്മോർ ഡിസീസ് എന്നായിരിക്കും തരുന്നത്. ഈ ഒരു വിറ്റ്മോർ ഡിസീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെലിയോ ഓയിഡോസിസ് തന്നെയാണ്. ഇതൊരു റെയർ ഡിസീസ് ആയതുകൊണ്ട് തന്നെ മെയിനായിട്ട് ട്രോപ്പിക്കൽ ക്ലൈമറ്റിലാണ് കാണപ്പെടുന്നത്. സൗത്ത് ഈസ്റ്റ് ഏഷ്യ, ഓസ്ട്രേലിയയുടെ നദേൺ റീജിയനിലൊക്കെയാണ് ഈ ഒരു രോഗങ്ങൾ കൂടുതലായിട്ടും പടരുന്നത്. ഇത് മെയിനായിട്ട് ഹ്യൂമൻസിനെയും അനിമൽസിനെ ഇൻഫെക്റ്റ് ചെയ്യാറുണ്ട്. സിംറ്റംസിനെ പറ്റി പറയുകയാണെങ്കിൽ ചുമ, ചെസ്റ്റ് പെയിന്, ഹെഡേക്ക്, ഒപ്പം തന്നെ ഹൈ ഫീവർ, വെയിറ്റ് ലോസ് ഇങ്ങനെയുള്ള രോഗലക്ഷണങ്ങളാണ് കാണിക്കുന്നത്. ഇത് കൂടാതെ തന്നെ നിങ്ങളുടെ ആ ഒരു NCERTയുടെ ആ ഒരു ബേസിക്
ടെക്സ്റ്റ് ബുക്ക്, സയൻസിൻ്റെ ആ ഒരു ബേസിക് ടെക്സ്റ്റ് ബുക്ക് നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ ഈ ഒരു ബാക്ടീരിയയെ നമ്മൾ ഗ്രാം പോസിറ്റീവ് എന്നും ഗ്രാം നെഗറ്റീവ് എന്നും പറയാറുണ്ട്. സോ ഈ ഒരു ബർക്കോൾഡേറിയ സ്യൂഡോമാലെ എന്ന് പറയുന്ന ബാക്ടീരിയ ഒരു ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയ ആണ്. പേജ് നമ്പർ 8 വരുമ്പോഴേക്കും ഹിമാചൽ റീജിയനിലുള്ള ആ ഒരു വിമൻ ഫാമേഴ്സിൻ്റെ ലോ കോസ്റ്റിലുള്ള നാച്ചുറൽ ഫാമിങ്ങുമായി ബന്ധപ്പെട്ടുള്ളൊരു ആർട്ടിക്കിൾ കാണാം. സോ ഇത് സോഷ്യൽ എംപവർമെൻറ്റുമായിട്ട് കണക്ട് ചെയ്തിട്ടാണ് പറയുന്നത്. നമുക്കറിയാം ഇപ്പോഴത്തെ ഗവൺമെൻറ്റിൻ്റെ ആ ഒരു പ്ലെഡ്ജ് തന്നെ എന്താണ്, ഫാമേഴ്സിൻ്റെ ഇൻകം ഡബിൾ ചെയ്യുക എന്നുള്ളതാണ്. സോ നമ്മളിപ്പം അഗ്രികൾച്ചറായി ബന്ധപ്പെട്ടിട്ട് അല്ലെങ്കിൽ ഫാമേഴ്സിൻ്റെ ഇഷ്യൂസുമായി ബന്ധപ്പെട്ടുള്ള ആൻസേഴ്സ് പറയുമ്പോൾ നമുക്ക് എക്സാമ്പിളായിട്ടോ കേസ് സ്റ്റഡി ആയിട്ടോ സജഷൻസ് ആയിട്ടോ കൊടുക്കാൻ പറ്റുന്നൊരു ആർട്ടിക്കിളാണ്. ആ ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ ഈ ആർട്ടിക്കിൾ സ്കിപ്പ് ചെയ്യരുത്. ഇത് കൂടാതെ തന്നെ പേജ് നമ്പർ 9 പോകുമ്പോഴേക്കും നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് പറയുന്ന കാര്യമാണ് എന്താണ്, നമ്മുടെ ജുഡീഷ്യറിയിൽ ഒരുപാട് കേസുകൾ പെൻഡിങ് ആയിട്ട് കിടപ്പുണ്ട്. സോ ഇതെന്ന് പറയുന്ന ഒരു സീരിയസ് ആയിട്ടുള്ള ഇഷ്യൂസാണ്. ഈവൻ അപ്പോയിൻമെൻറ്റ്സ് ആണെങ്കിൽ തന്നെയും ഡിലേ ആയിട്ട് പോകുന്നതാണ്. സോ ഇതിൻ്റെ ബേസിസിൽ ആ ഒരു ജുഡീഷ്യൽ ഇൻഫ്രാസ്ട്രക്ചറിലുള്ള സ്ട്രെസ്സസുമായി ബന്ധപ്പെട്ടുള്ളൊരു ആർട്ടിക്കിളുണ്ട്. ജസ്റ്റ് വായിച്ചു വിടുക. ഇനി നമ്മൾ പേജ് നമ്പർ 10 വരുമ്പോഴേക്കും നമുക്ക് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആർട്ടിക്കിളുണ്ട്. ഒന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ റഷ്യയുടെയും ചൈനയുടെയും ആ ഒരു നേവൽ ഡ്രിൽസുമായി ബന്ധപ്പെട്ടുള്ള ആർട്ടിക്കിളുണ്ട്. ഇത് കൂടാതെ തന്നെ റിയാദിൻ്റെ ആ ഒരു ക്ലൈമറ്റ് പ്ലെഡ്ജുമായി ബന്ധപ്പെട്ടുള്ള ഒരു ആർട്ടിക്കിളുണ്ട്. ഇത് രണ്ടും UPSC പോയിന്റ് ഓഫ് വ്യൂവിൽ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് കൂടാതെ തന്നെ നമ്മൾ ന്യൂ കോഡ് ഗ്രൂപ്പിങ്ങുമായി ബന്ധപ്പെട്ടുള്ള എഡിറ്റോറിയൽ അനാലിസിസ് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താണ്, പുതിയ പുതിയ എക്കണോമിക് കോപ്പറേഷൻസ് വരുമ്പോഴേക്കും ഇന്ത്യക്ക് ചൈനയുമായിട്ടുള്ള ആ ഒരു ഡിപ്പെൻഡൻസി കുറയ്ക്കാൻ പറ്റുമെന്നില്ലേ. അതിനെ സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യുന്ന ഒരു ടൈറ്റിലാണ് നമുക്ക് കണ്ടത്. കാരണം ഇന്ത്യയുടെയും ചൈനയ്ക്കും ഇടയിലുള്ള ടെൻഷൻസ് കൂടുന്നുണ്ടെങ്കിലും ആ ഒരു ട്രേഡ് റിലേഷൻ അല്ലെങ്കിൽ ആ ഒരു ട്രേഡ് എന്ന് പറയുന്നത് കൂടി വരികയാണെന്നുള്ള ടൈറ്റിൽ ഒരു ആർട്ടിക്കിൾ കണ്ടു. സോ എപ്പോഴും നമ്മളിപ്പം ഇൻ്റർനാഷണൽ റിലേഷൻ പറയുമ്പോഴേക്കും ഈ ഒരു ടൈറ്റിൽസിനെ എല്ലാം കണക്ട് ചെയ്യാൻ പറ്റണം. സോ അതുകൊണ്ടാണ് പറഞ്ഞത് പുതിയ കോഡ് ഗ്രൂപ്പിംഗ് വരുമ്പോഴേക്കും അതൊരു എക്കണോമിക് കോപ്പറേഷൻ ആയതുകൊണ്ട് തന്നെ കൂടുതലും എന്താണ്, നോൺ മിലിറ്ററി പരമായിട്ടുള്ള കാര്യങ്ങളായിരിക്കും ഡിസ്കസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ എന്താണ്, പുതിയ പുതിയ ട്രേഡ് കോപ്പറേഷൻ, ട്രേഡ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ കൊണ്ടുവരാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ ഇന്ത്യക്ക് ചൈനയെ ബൈപ്പാസ് ചെയ്യാൻ പറ്റും. സോ ഈ ഒരു ഐഡിയ ആണ് ഈ ഒരു ടൈറ്റിലിൽ നിന്ന് എടുക്കേണ്ടത്. ഇത് കൂടാതെ തന്നെ മയന്മാറുമായി ബന്ധപ്പെട്ടുള്ളൊരു ആർട്ടിക്കിളുണ്ട്. ഈ ഒരു മയന്മാറിൽ നമുക്കറിയാം സൈനിക അട്ടിമറി നടന്നിട്ടുണ്ടായിരുന്നു. സോ സൈന്യമാണ് ഇപ്പോൾ അവിടെ റൂൾ ചെയ്യുന്നത്. അവിടുത്തെ ഗവൺമെൻറ്റിനെ എല്ലാം തന്നെ ഡീറ്റെയിൻ ചെയ്തേക്കുവാണ്. സോ ഈ ഒരു ഇഷ്യൂസുമായി ബന്ധപ്പെട്ടുള്ള UN സ്റ്റേറ്റ്മെൻറ്റാണ് ഈ ഒരു ആർട്ടിക്കിളിൽ വരുന്നത്. ഈ മയന്മാറിലുള്ള ആ ഒരു സൈനിക അട്ടിമറിയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. സോ പേജ് നമ്പർ 10 GS പേപ്പർ 2 ഇൻ്റർനാഷണൽ റിലേഷനുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്ന ആർട്ടിക്കിളാണ്. റഷ്യ ചൈന ഹോൾഡ് ഫസ്റ്റ് ജോയിൻറ്റ് പെട്രോൾ ഇൻ വെസ്റ്റ് പസഫിക് ഓഷ്യൻ. സോ റഷ്യയുടെയും ചൈനയ്ക്കും ഇടയിലുള്ള ആദ്യത്തെ നേവൽ കോപ്പറേഷൻ ഡ്രിൽസാണ്. സീ ഓഫ് ജപ്പാനിൽ വെച്ചിട്ടാണ് ഈ ഒരു ഡ്രിൽസ് കണ്ടക്ട് ചെയ്തത്. സോ ഒക്ടോബർ 17 തൊട്ട് 23 വരെയാണ്. സോ സീ ഓഫ് ജപ്പാനിലായതുകൊണ്ട് തന്നെ ഇത് എന്ത് ചെയ്യുന്നുണ്ട്, ജപ്പാൻ ക്ലോസ് ആയിട്ട് ഒബ്സർവ് ചെയ്യുന്നുണ്ട്. സോ ഈ ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ നമുക്ക് ഈ ഒരു സുഗാരു സ്ട്രെയിറ്റിനെയാണ് ഫോക്കസ് ചെയ്യേണ്ടത്. ജോഗ്രഫി പോയിന്റ് ഓഫ് വ്യൂവിൽ ഫോക്കസ് ചെയ്യേണ്ടത് ഈ ഒരു സുഗാരു സ്ട്രെയിറ്റ് ആണ്. സോ ഈ ഒരു മെയിൻലാൻഡ് ജപ്പാനെയും ഒപ്പം തന്നെ ഈ ഒരു നോർത്തേൺ ഐലൻഡിനെയും തമ്മിൽ സെപ്പറേറ്റ് ചെയ്യുന്ന ഒരു സ്ട്രെയിറ്റ് ആണ് സുഗാരു സ്ട്രെയിറ്റ് എന്ന് പറയുന്നത്. ഇത് കൂടാതെ തന്നെ ഇതിന് ചുറ്റുമുള്ള നമുക്ക് സീ ഓഫ് ജപ്പാൻ കാണാം, ഒപ്പം തന്നെ പസഫിക് ഓഷ്യൻ കാണാം. ഇത് കൂടാതെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു റീജിയനാണ് മുട്സു ബേ എന്ന് പറയുന്നത്. സോ ജോഗ്രഫി പോയിന്റ് ഓഫ് വ്യൂവിൽ ഈ ഒരു സുഗാരു സ്ട്രെയിറ്റും ഒപ്പം തന്നെ സീ ഓഫ് ജപ്പാൻ, പസഫിക് ഓഷ്യൻ, ഒപ്പം തന്നെ മുട്സു ബേ, ഇതെല്ലാം തന്നെ ഓർത്തു വെക്കുക. ഈ ഒരു രണ്ട് രാജ്യങ്ങൾക്കിടയിൽ ഈ ഒരു നേവൽ കോപ്പറേഷൻ ഡ്രിൽസ് കണ്ടക്ട് ചെയ്യാനുള്ള മെയിൻ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റഷ്യയ്ക്കും ചൈനയ്ക്കും ഇടയിലുള്ള ആ ഒരു മാരിടൈം എക്കണോമിക് ആക്ടിവിറ്റീസിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ അതിനെ ഗാർഡ് ചെയ്യാൻ വേണ്ടിയാണ് ഇത്തരത്തിലുള്ള ഡ്രിൽസ് കണ്ടക്ട് ചെയ്യുന്നത്. നെക്സ്റ്റ് ആർട്ടിക്കിൾ GS പേപ്പർ 3 എൻവയോൺമെൻറ്റ് ആൻഡ് എക്കോളജി റിലേറ്റഡ് ആർട്ടിക്കിളാണ്. റിയാദ് ടാർഗറ്റ് 0 എമിഷൻ ബൈ 2060. സോ റിയാദ് എന്ന് പറയുന്നത് സൗദി അറേബ്യയുടെ ക്യാപിറ്റലാണ്. സോ സൗദിയുടെ ആ ഒരു 0 എമിഷൻ ടാർഗറ്റുമായി ബന്ധപ്പെട്ടുള്ള പ്ലെഡ്ജിനെ പറ്റിയാണ് പറയുന്നത്. സോ 2060 കൂടി വേൾഡിലെ തന്നെ ലാർജസ്റ്റ് ഓയിൽ പ്രൊഡ്യൂസിങ് കൺട്രി ആയിട്ടുള്ള സൗദി അറേബ്യ 0 എമിഷൻ ടാർഗറ്റ് മീറ്റ് ചെയ്യുമെന്നാണ് അനൗൺസ് ചെയ്തിട്ടുള്ളത്. പക്ഷേ ഈ ഒരു അനൗൺസ്മെൻറ്റിൽ അവർ എങ്ങനെയാണ് ഇത് മീറ്റ് ചെയ്യുന്നത് അതുമായി ബന്ധപ്പെട്ടുള്ള ഇൻഡിക്കേഷൻസ് ഒന്നും തന്നെ തന്നിട്ടില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഓയിലിൻ്റെയും ഗ്യാസിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റുമായി ബന്ധപ്പെട്ടുള്ള സ്ലോ ഡൗണോ അത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും തന്നെ പറഞ്ഞിട്ടില്ല. കാരണം ഈ ഒരു ക്രൂഡ് ഓയിൽ എന്ന് പറയുന്ന അതിൻ്റെ ആ ഒരു പ്രൊഡക്ഷൻ ആണെങ്കിലും മൈനിങ് ആണെങ്കിലും ഒരുപാട് എമിഷൻസ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. സോ ഇവരെങ്ങനെയാണ് ഈ ഒരു എമിഷൻ റെഡ്യൂസ് ചെയ്യുന്നത് അതുമായി ബന്ധപ്പെട്ടുള്ള ഇൻഡിക്കേഷൻസ് ഒന്നും തന്നിട്ടില്ല. അതാണ് ഇവിടുത്തെ കൺസേൺ എന്ന് പറയുന്നത്.
നമ്മൾ പോകുന്നത് പേജ് നമ്പർ 11 പേജ് നമ്പർ 11 സയൻസ് ആൻഡ് ടെക്നോളജി പേജാണ്. സോ ഈ ഒരു ആർട്ടിക്കിൾസ് എല്ലാം തന്നെ നമുക്ക് UPSC പോയിന്റ് ഓഫ് വ്യൂവിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നെക്സ്റ്റ് നമ്മൾ ക്വസ്റ്റ്യൻ കോർണേഴ്സിലാണ് പോകുന്നത്. ഇമ്പാക്റ്റ് ഓഫ് ആസ്റ്ററോയിഡ്സ് ആൻഡ് കോമറ്റ്സ്. സോ ഈ ഒരു ആസ്റ്ററോയിഡ്സും കോമറ്റ്സും ഒക്കെ എന്താണ്, നമ്മളിപ്പോൾ പ്ലാനറ്റ് അല്ലെങ്കിൽ സോളാർ സിസ്റ്റം പറയുമ്പോഴേക്കും നമ്മുടെ ആ ഒരു സണ്ണിന് ചുറ്റും ഈ ഒരു പ്ലാനറ്റ്സുകൾ മാത്രമല്ല റിവോൾവ് ചെയ്യുന്നത്. എന്താണ്, കുറേ കുഞ്ഞു കുഞ്ഞു ബോഡീസ് ഉണ്ട്. ആ ഒരു കുഞ്ഞു കുഞ്ഞു ബോഡീസിനെയാണ് നമ്മൾ ആസ്ട്രോയിഡ്സ് എന്നും കോമറ്റ്സ് എന്നും പറയുന്നത്. സോ നമ്മൾ ജോഗ്രഫിയിൽ NCERT ഇതിൻ്റെ ബേസിസ് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. സോ ഇതിൽ മെയിനായിട്ട് US റീസേർച്ചേഴ്സ് എന്ത് ചെയ്തിട്ടുണ്ട്, ഏൻഷ്യൻ ആസ്റ്ററോയിഡ്സിൻ്റെ ആ ഒരു മോഡലിനെ അനലൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് ഈ ഒരു ആസ്റ്ററോയിഡ്സ് നമ്മുടെ ഈ ഒരു പ്ലാനറ്റിലേക്ക് വന്നിട്ട് കൊളൈഡ് ചെയ്യുമ്പം എന്തൊക്കെ ഇമ്പാക്റ്റുകളാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. സോ ഇതാണ് മെയിനായിട്ട് ആ ഒരു പഠനം കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ ഇതിൽ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു 2.5 ബില്യൺ ഇയേഴ്സ് എഗോ അല്ലെങ്കിൽ ഒരു 4 ബില്യൺ ഇയേഴ്സ് എഗോ ആ ഒരു ടൈമിൽ നോക്കുവാണെങ്കിൽ ഈ ഒരു ആസ്റ്ററോയിഡ്സും കോമറ്റ്സും ഒക്കെ എർത്തിൽ വന്ന് എന്താണ് കൊളൈഡ് ചെയ്യുക എന്നുള്ളത് എന്താണ് വളരെ റെയറും അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു കാര്യമായിരുന്നു. പക്ഷേ ഒരു ലാർജസ്റ്റ് ആയിട്ടുള്ള ഒരു ആസ്റ്ററോയിഡ്സ് എർത്തിൽ വന്ന് ഹിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഏകദേശം 9 കിലോമീറ്റർ വൈഡായിട്ടുള്ള ഒരു കൊളിഷൻ ആയിരുന്നു അത്. ഇതാണ് നമ്മുടെ എർത്തിൻ്റെ ആ ഒരു ഏർലിയസ്റ്റ് അറ്റ്മോസ്ഫിയറിൻ്റെ കെമിസ്ട്രിയെ തന്നെ ആൾട്ടർ ചെയ്തിട്ടുള്ളത് എന്നാണ് ഈ ഒരു പഠനം പറയുന്നത്. ഈ ഒരു പഠനം പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു കൊളിഷൻ നടക്കുന്ന ടൈമിൽ ഈ ഒരു എർത്തിൻ്റെ അറ്റ്മോസ്ഫിയറിൽ നിന്ന് ഒരുപാട് ഓക്സിജൻ ഔട്ടായിട്ട് പോയിട്ടുണ്ടായിരുന്നു. പിന്നീടാണ് ഒരു ഓക്സിജൻ സിങ്ക് തന്നെ ക്രിയേറ്റ് ചെയ്തത്. അതായത് ഈ ഒരു കൊളിഷൻ കാരണം എന്ത് ചെയ്തു, നമ്മുടെ ആ ഒരു എർത്തിൻ്റെ അറ്റ്മോസ്ഫിയറിലേക്ക് ഓക്സിജൻ അക്യുമുലേറ്റ് ചെയ്യുന്നത് വളരെ ഡിലേ ആയി. കാരണം അത് കൊളിഷൻ നടക്കുന്ന ടൈമിൽ ഒരുപാട് ഓക്സിജൻ നമ്മുടെ എർത്തിൻ്റെ അറ്റ്മോസ്ഫിയറിൽ നിന്ന് ഔട്ടായിട്ട് പോയിട്ടുണ്ടായിരുന്നു. സോ ഈ ഒരു പഠനത്തിൽ നിന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ മോഡലിൽ നിന്ന് നമുക്ക് എന്താണ് നമ്മുടെ ഇന്നത്തെ എർത്ത് എങ്ങനെയാണ് ഉണ്ടായത്, അതിൻ്റെ ആ ഒരു പ്രിസൈസ് ആയിട്ടുള്ള ഡേറ്റാസാണ് കാണിക്കുന്നത്. സോ ഈ ഒരു കൊളിഷൻ്റെ ഫലമായിട്ടാണ് എന്ത് ചെയ്തത്, നമ്മുടെ എർത്തിൽ ഈ ഒരു ഓക്സിജൻ സിങ്ക് ക്രിയേറ്റ് ചെയ്യപ്പെട്ടത് എന്നാണ് ഈ ഒരു പഠനം പറയുന്നത്. നെക്സ്റ്റ് ആർട്ടിക്കിൾ GS പേപ്പർ 3 എൻവയോൺമെൻറ്റ് ആൻഡ് എക്കോളജി റിലേറ്റഡ് ആർട്ടിക്കിളാണ് വാർമിംഗ് ലേക്സ്. സോ ഈ ഒരു ആർട്ടിക്കിൾ ഗ്ലോബൽ വാർമിങ്ങുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള ആർട്ടിക്കിളാണ്. സോ നമ്മൾ ഈ ഒരു ഗ്ലോബൽ വാർമിംഗ് ക്ലൈമറ്റ് ചേഞ്ചുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ പറയുമ്പോഴേക്കും ഗ്ലേഷ്യൽ മെൽറ്റിംഗ് അങ്ങനെയുള്ള കാര്യങ്ങൾ പറയുമ്പോൾ നമുക്ക് എക്സാമ്പിളായിട്ട് കൊടുക്കാൻ പറ്റുന്നൊരു ആർട്ടിക്കിളാണ്. സോ ഈ ഒരു പഠനം മെയിനായിട്ട് കണ്ടക്ട് ചെയ്തിട്ടുള്ളത് ഈ ഒരു നദേൺ ഹെമിസ്ഫിയറിലുള്ള ലേക്കുകളിലാണ്. നോർത്ത് അമേരിക്കയിലെ 40 ലേക്കുകളിൽ, യൂറോപ്പിലെ 18 ലേക്കിൽ, ഏഷ്യയിലെ 2 ലേക്കിലാണ് ഇത്തരത്തിലുള്ള പഠനങ്ങൾ കണ്ടക്ട് ചെയ്തത്. സോ ഈ ഒരു പഠനങ്ങൾ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പം ലാസ്റ്റ് 100 വർഷം പിന്നിലേക്ക് പോവുകയാണെങ്കിൽ ഏകദേശം ഒരു 1992 തൊട്ട് 2016 കാലഘട്ടം മാത്രം നോക്കുകയാണെങ്കിൽ ഈ ഒരു ലേക്കിൻ്റെ ആ ഒരു വാർമിംഗ് എന്ന് പറയുന്നത് 6 ടൈംസ് ഫാസ്റ്റർ ആണെന്നാണ് പറയുന്നത്. സോ ഈ ഒരു ഡേറ്റാസ് നമുക്ക് എന്ത് ചെയ്യാം, ആൻസേഴ്സിൽ യൂസ് ചെയ്യാം. നെക്സ്റ്റ് ആർട്ടിക്കിൾ GS പേപ്പർ 3 എൻവയോൺമെൻറ്റ് ആൻഡ് എക്കോളജി റിലേറ്റഡ് ആർട്ടിക്കിളാണ് ദി ഏപ്പ് ട്രയൽ. സോ ഏപ്പിൻ്റെ ബിഹേവിയറുമായി ബന്ധപ്പെട്ടുള്ള ഒരു ആർട്ടിക്കിളാണ്. നമ്മളിപ്പം എൻവയോൺമെൻറ്റ് പറയുമ്പോഴേക്കും നമ്മളിപ്പം ഡീഗ്രഡേഷനെ പറ്റി പറയാറുണ്ട്. നമ്മളിപ്പം എന്താണ് നമ്മുടെ ആ ഒരു ഡെവലപ്മെൻറ്റിന് വേണ്ടി ഒരുപാട് ഡീഗ്രഡേഷൻ ചെയ്യാറുണ്ട് അല്ലേ. സോ ഇങ്ങനെ അനിമൽസിൻ്റെ ആ ഒരു സ്പേസ് ഹ്യൂമൻസ് സെറ്റിൽ ചെയ്യുമ്പോഴേക്കും എന്താ ഉണ്ടാവുന്നത്, മാൻ അനിമൽ കോൺഫ്ലിക്റ്റ്. സോ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോഴേക്കും വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നമ്മുടെ ആൻസേഴ്സിൽ കൊണ്ടുവരാൻ പറ്റുന്നൊരു ആർട്ടിക്കിളാണിത്. ഈ ഒരു അനിമൽസിനെ അഫക്റ്റ് ചെയ്യുന്ന 2 ഫാക്ടേഴ്സ് ഉണ്ട്. സോ ഫസ്റ്റ് ഫാക്ടർ എന്ന് പറയുമ്പം എക്കോളജിക്കൽ ഫാക്ടേഴ്സാണ്. അതായത് എക്കോളജിയിൽ ഉണ്ടാകുന്ന ഡിസ്റ്റർബൻസ് അതിനെ എന്ത് ചെയ്യുന്നുണ്ട്, ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ഇത് കൂടാതെ തന്നെ ഹ്യൂമൻ ആക്ടിവിറ്റീസും ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. സോ ഈ ഒരു എക്കോളജിക്കൽ ഫാക്ടേഴ്സിനേക്കാളും കൂടുതൽ സ്ട്രോങ്ങർ ആയിട്ടുള്ള ഇൻഫ്ലുവൻസ് ഹ്യൂമൻ ആക്ടിവിറ്റീസ് ആണ് കൊണ്ടുവരുന്നതെന്നാണ് അമേരിക്കൻ ജേർണലിലുള്ള സ്റ്റഡീസ് പറയുന്നത്. സോ ഈ ഒരു പഠനങ്ങൾ പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പം ഏപ്സ് കാണപ്പെടുന്ന ആ ഒരു ലൊക്കേഷൻസ് നോക്കുകയാണെങ്കിൽ അവർക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു ഹാബിറ്റാറ്റ് ഉണ്ടെന്ന് വിചാരിക്കുക. അതായത് ഇപ്പോൾ ട്രോപ്പിക്കൽ റെയിൻ ഫോറസ്റ്റ് ഉണ്ടെന്ന് വിചാരിക്കുക. ഇതിന് അടുത്തായിട്ട് ഹ്യൂമൻ സെറ്റിൽമെൻറ്റും ഉണ്ടെന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ ഹ്യൂമൻ സെറ്റിൽമെൻറ്റ് ഉണ്ടെങ്കിൽ ആ റീജിയൻസിൽ അവർക്ക് വേണ്ടുന്ന സ്യൂട്ടബിൾ ആയിട്ടുള്ള ഹാബിറ്റാറ്റ് ഉണ്ടെങ്കിൽ പോലും ഏപ്സിനെ നമുക്ക് കണ്ടെത്താൻ പറ്റുന്നില്ല എന്നാണ് പറയുന്നത്. സോ എക്കോളജിക്കൽ ഫാക്ടേഴ്സ് മാത്രമല്ല, ഈ ഒരു ഹ്യൂമൻ ആക്ടിവിറ്റീസും സ്ട്രോങ്ങർ ആയിട്ട് ഓരോ അനിമൽസിനെയും ബാധിക്കുന്നുണ്ട്. സോ നമ്മുടെ ഈ ഒരു വേൾഡിലെ ഒരു 10% കൂടുതൽ ഏപ്സും കാണപ്പെടുന്നത് ഹൈലി പ്രൊട്ടക്റ്റഡ് ഏരിയാസിൽ മാത്രമാണ്. നെക്സ്റ്റ് ആർട്ടിക്കിൾ GS പേപ്പർ 3 സയൻസ് ആൻഡ് ടെക്നോളജി റിലേറ്റഡ് ആർട്ടിക്കിളാണ് ഗൈഡ് ടു ഹോട്ട് ജുപ്പിറ്റർ. സോ നമ്മൾ സോളാർ പ്ലാനറ്റ് നോക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു ആസ്റ്ററോയിഡ് ബെൽറ്റിന് ബിറ്റ്വീനായിട്ട് നമുക്ക് ടെറസ്ട്രിയൽ
പ്ലാനറ്റുമുണ്ട്, ജോവിയൻ പ്ലാനറ്റുമുണ്ട്. ടെറസ്ട്രിയൽ പ്ലാനറ്റ് എന്ന് പറയുമ്പോഴേക്കും മെർക്കുറി, വീനസ്, എർത്ത്, മാസ്. ഇതിന് ശേഷമാണ് അസ്റ്ററോയിഡ് ബെൽറ്റ് വരുന്നത്. ഈ ഒരു ബെൽറ്റിന് ശേഷമാണ് പിന്നീട് ജോവിയൻ പ്ലാനറ്റ് വരുന്നത്. ജോവിയൻ പ്ലാനറ്റ് എന്ന് പറയുമ്പോഴേക്കും ജുപ്പിറ്റർ, യുറാനസ്, നെപ്റ്റ്യൂൺ, സാറ്റേൺ. സോ ഈ ഒരു ജോവിയൻ പ്ലാനറ്റിന് തിക്കായിട്ടുള്ള അറ്റ്മോസ്ഫിയർ ആണ്. സോ ഈ ഒരു ജോവിയൻ പ്ലാനറ്റ്സ് എല്ലാം തന്നെ ജയൻ്റ് ആയിട്ടുള്ള ബിഗ് സൈസിലുള്ള പ്ലാനറ്റ് ആണ്. കാരണം എല്ലാം തന്നെ ഗ്യാസ് പ്ലാനറ്റ് ആണ്. അതിലാണ് ഗ്യാസ് ആണ് കൂടുതൽ. അപ്പോൾ ഇതിൽ മോസ്റ്റ്ലി ഇതിൻ്റെ അറ്റ്മോസ്ഫിയറിൽ ഹീലിയവും ഹൈഡ്രജനുമാണുള്ളത്. അതുകൊണ്ട് തന്നെ തിക്കായിട്ടുള്ള അറ്റ്മോസ്ഫിയർ ആണ്. ഹീലിയവും ഹൈഡ്രജൻ്റെ പ്രസൻസ് ഉള്ളത് കൊണ്ട് തന്നെ സണ്ണിലുള്ള അതേ എഫക്റ്റ് തന്നെ ആയിരിക്കും ഈ ഒരു പ്ലാനറ്റ്സിനുമുള്ളത്. അതുകൊണ്ട് തന്നെ എന്താണ്, ഈ പ്ലാനറ്റുകളെല്ലാം തന്നെ ഹോട്ട് പ്ലാനറ്റ് ആണ്. ഇത് കൂടാതെ തന്നെ സണ്ണിൽ നിന്ന് വരുന്ന സോളാർ വിൻഡ്സ് ഒന്നും തന്നെ ഇതിലൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കത്തില്ല. കാരണം എന്താണ്, ഇതിൻ്റെ അറ്റ്മോസ്ഫിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിക്ക് അറ്റ്മോസ്ഫിയർ ആണ്. നേരത്തെ പറഞ്ഞ കണക്ക് തന്നെ ഹീലിയവും ഹൈഡ്രജനുമാണ് ഇതിൽ കൂടുതലായിട്ടുള്ള എലമെൻറ്റ്സ് എന്ന് പറയുന്നത്. ഇതുകൊണ്ട് തന്നെയാണ് ഈ ഒരു സണ്ണിൽ നിന്ന് വരുന്ന ആ ഒരു സോളാർ വിൻഡിന് ഇത്തരത്തിലുള്ള പ്ലാനറ്റുകളിൽ ഒരു ഇമ്പാക്റ്റും ക്രിയേറ്റ് ചെയ്യാൻ പറ്റാത്തത്. സോ ജുപ്പിറ്റർ എന്ന് പറയുന്നത് ഹോട്ട് പ്ലാനറ്റ് ആണ്. സണ്ണിൽ നിന്ന് 5ാമത്തെ പൊസിഷനിലാണ് ഈ ഒരു പ്ലാനറ്റ് നിൽക്കുന്നത്. സോളാർ സിസ്റ്റത്തിലെ ഏറ്റവും ലാർജസ്റ്റ് ആയിട്ടുള്ള പ്ലാനറ്റും കൂടിയാണ്. ജുപ്പിറ്ററിന് 75ൽ കൂടുതൽ മൂൺസ് ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. സോ ജുപ്പിറ്ററിൻ്റെ ഈ ഒരു മൂൺസിനെ ഫസ്റ്റ് ഒബ്സർവ് ചെയ്യുന്നത് 1610ലാണ്. നമ്മുടെ ഇറ്റാലിയൻ ആസ്ട്രോണമർ ആയിട്ടുള്ള ഗലീലിയോ ഗലീലിയാണ് ഫസ്റ്റ് ഇത് ഒബ്സർവ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ജുപ്പിറ്ററിൻ്റെ മൂണിൻ്റെ ആ ഒരു പേരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗലീലിയം സാറ്റലൈറ്റ് എന്നാണ്. ഇത് 4th ലാർജസ്റ്റ് മൂണാണ്. ഒപ്പം തന്നെ ന്യൂസുകളിൽ കാണപ്പെട്ടിട്ടുള്ള ജുപ്പിറ്ററിൻ്റെ മറ്റ് ലാർജ് മൂൺസിനെ പറ്റി പറയുകയാണെങ്കിൽ യൂറോപ്പേ, ഗാനിമേ, കലീസ്റ്റോ. സോ ന്യൂസിൽ ഈ ഒരു മൂൺസിനെ പറ്റി മുമ്പ് പറഞ്ഞത് കൊണ്ട് തന്നെ ഇതെല്ലാം തന്നെ ജുപ്പിറ്ററിൻ്റെ മൂൺസ് ആണെന്ന് ഓർത്ത് വെക്കുക. സോ ഈ ഒരു ആർട്ടിക്കിളിൽ മെയിനായിട്ട് കൺക്ലൂഡ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള ജുപ്പിറ്ററിൽ സോളാർ വിൻഡിൻ്റെ ഇമ്പാക്റ്റുകളൊന്നും ഉണ്ടാവുന്നില്ല. സോ ഹബിൾ സ്പേസ് ടെലിസ്കോപ്പ് യൂസ് ചെയ്തിട്ട് 19 പ്ലാനറ്റിൻ്റെ എമിഷൻ സ്പെക്ട്രാസ് നോക്കിയിട്ടാണ് ഇത്തരത്തിലൊരു കൺക്ലൂഷനിലേക്ക് എത്തിയത്. സോ 1990ലാണ് നാസ ഹബിൾ സ്പേസ് ടെലിസ്കോപ്പ് ലോഞ്ച് ചെയ്തത്. സോ US-ൻ്റെ സ്പേസ് ഏജൻസി ആയിട്ടുള്ള നാസയും ഒപ്പം തന്നെ യൂറോപ്യൻ സ്പേസ് ഏജൻസിയുടെ കുറച്ച് കോൺട്രിബ്യൂഷനും കൂടി ചേർന്നിട്ടാണ് ഹബിൾ സ്പേസ് ടെലിസ്കോപ്പ് ലോഞ്ച് ചെയ്യുന്നത്. സോ സ്പേസിലെ ലാർജ് ടെലിസ്കോപ്പാണിത്. സ്പേസിൽ എസ്ട്രോനോട്ട്സിന് ഓരോ സർവീസസ് പ്രൊവൈഡ് ചെയ്യാനായിട്ടും ഒബ്സർവേഷനും വേണ്ടി സർവീസ് ചെയ്യുന്ന ഏക ടെലിസ്കോപ്പാണ് ഹബിൾ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ആർട്ടിക്കിൾ GS പേപ്പർ 2 ഹെൽത്ത് റിലേറ്റഡ് ആർട്ടിക്കിളാണ്. ഒപ്പം തന്നെ സയൻസ് ആൻഡ് ടെക്നോളജി റിലേറ്റഡ് ആർട്ടിക്കിളാണ്. മോർ സ്റ്റഡീസ് ഷോ ദ സുപ്പീരിയോറിറ്റി ഓഫ് ഹൈബ്രിഡ് ഇമ്മ്യൂണിറ്റി. സോ ഈ ഒരു ആർട്ടിക്കിളിൽ ഒരുപാട് സ്റ്റഡീസിനെ പറ്റിയൊക്കെ കൊടുത്തിട്ടുണ്ട്. പക്ഷേ UPSC പോയിന്റ് ഓഫ് വ്യൂവിൽ ആ സ്റ്റഡീസ് ഒന്നും തന്നെ നമുക്ക് ആവശ്യമില്ല. സോ നമ്മൾ ജസ്റ്റ് ഫോക്കസ് ചെയ്യേണ്ടത് ഈ ഒരു ടൈറ്റിൽ മാത്രമാണ്, ഹൈബ്രിഡ് ഇമ്മ്യൂണിറ്റി. ഒപ്പം തന്നെ ഈ ഒരു ഇൻഫോഗ്രാഫിക്കിൽ നമുക്ക് എന്തൊക്കെയാണ് ആവശ്യമുള്ളത് ആ കാര്യങ്ങളെല്ലാം തന്നെ ഈ ഒരു ഇൻഫോഗ്രാഫിക്ക് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ബേസിസിൽ നമുക്ക് ഈ ഒരു ആർട്ടിക്കിൾ അനലൈസ് ചെയ്യാം. സോ നമുക്കൊരു നാച്ചുറൽ ഇമ്മ്യൂണിറ്റി ഉണ്ട് ഇല്ലേ? നമുക്കത് 2 രീതിയിൽ വരാം. അതായത് ഇപ്പം നമുക്ക് ഒരു രോഗം അഫക്റ്റ് ചെയ്തതിന് ശേഷം അതിനെതിരായിട്ട് നമ്മുടെ ബോഡി നാച്ചുറലി ആൻറ്റിബോഡി ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ അങ്ങനെയും നാച്ചുറൽ ഇമ്മ്യൂണിറ്റി വരാം. ഒപ്പം തന്നെ നമുക്കൊരു ഇമ്മ്യൂണിറ്റി ഉണ്ടല്ലോ. ഇത് കൂടാതെ തന്നെ വാക്സിനേഷന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, ഇമ്മ്യൂണിറ്റി അക്വയർ ചെയ്യാം. സോ ഈ ഒരു നാച്ചുറൽ ഇമ്മ്യൂണിറ്റിയുടെയും ഒപ്പം തന്നെ നമ്മൾ ആ ഒരു സിംഗിൾ ഡോസ് വാക്സിനേഷൻ കഴിഞ്ഞതിന് ശേഷം ലഭിക്കുന്ന ആ ഒരു ഇമ്മ്യൂണിറ്റിയുടെയും കോമ്പിനേഷനെയാണ് നമ്മൾ ഹൈബ്രിഡ് ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. സോ പഠനങ്ങൾ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നാച്ചുറൽ ഇമ്മ്യൂണിറ്റിയെക്കാളും കൂടുതൽ ഹൈബ്രിഡ് ഇമ്മ്യൂണിറ്റിക്കാണ് കൂടുതൽ പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നത്. നമ്മൾ ഈ ഒരു പഠനത്തിലേക്ക് നോക്കുകയാണെങ്കിൽ ചില ആൾക്കാർക്ക് ഇൻഫെക്ഷൻസ് ഒന്നും വന്നിട്ടില്ല, പക്ഷെ അവരെന്ത് ചെയ്യും, വാക്സിൻ എടുക്കുമില്ലേ. അങ്ങനെ അവർ ഫുള്ളി വാക്സിനേറ്റഡ് ആയിക്കഴിഞ്ഞാൽ, അതായത് അവർക്ക് പ്രയർ ഇൻഫെക്ഷൻ ഒന്നും തന്നെ ഇല്ല, പക്ഷേ ഫുള്ളി വാക്സിനേറ്റഡ് ആണെങ്കിൽ പിന്നീട് കുറച്ച് നേരം കഴിയുമ്പോഴേക്കും ഈ ഒരു ആൻറ്റിബോഡീസ് ന്യൂട്രൽ ആവാൻ തുടങ്ങും, അതായത് ഡിക്ലൈൻ ആവുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. സോ നമുക്ക് നാച്ചുറലി ഒരു ഇൻഫെക്ഷൻ ആയതിനു ശേഷം നമ്മൾ പിന്നീട് വാക്സിൻ എടുക്കുകയാണെങ്കിൽ നമുക്ക് കൂടുതൽ എഫിഷ്യൻസി ഉണ്ടാവുമെന്നാണ് പറയുന്നത്. അതായത് ഈ ഒരു ഹൈബ്രിഡ് ഇമ്മ്യൂണിറ്റി എന്ന് പറയുമ്പോഴേക്കും നമ്മൾ എന്താണ്, 1 ഡോസ് വാക്സിനേഷൻ കംപ്ലീറ്റ് ആവുമ്പോഴും ഒപ്പം തന്നെ നമ്മുടെ ശരീരത്തിൽ ഒരു നാച്ചുറൽ ഇമ്മ്യൂണിറ്റി കൂടിയുണ്ട്. ഇതിൻ്റെ ഒരു കോമ്പിനേഷൻ ആണല്ലോ ഹൈബ്രിഡ് ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. സോ നമ്മൾ ഈ ഒരു 1 ഡോസ് വാക്സിനേഷൻ എടുത്തിട്ട് നമ്മൾ ഹൈബ്രിഡ് ഇമ്മ്യൂണിറ്റി അക്വയർ ചെയ്യുമ്പോഴേക്കും നമ്മുടെ മെമ്മറിയിലെ B സെൽസ് എന്ത് ചെയ്യും, ആക്ടിവേറ്റ് ചെയ്യും. ഇതിൻ്റെ ഫലമായിട്ട് ആ ഒരു ഇമ്മ്യൂണിറ്റി ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് നിൽക്കുമെന്നാണ് പഠനങ്ങൾ പറയുന്നത്. സോ ഈ ഒരു കൺസെപ്റ്റ് മാത്രം മനസ്സിലാക്കിയാൽ മതി. നെക്സ്റ്റ് ആർട്ടിക്കിൾ GS പേപ്പർ 3 സയൻസ് ആൻഡ് ടെക്നോളജി റിലേറ്റഡ് ആർട്ടിക്കിളാണ്. ഡിസിഷൻ ഓൺ ബൂസ്റ്റർ ഡോസസ് മസ്റ്റ് ബി എവിഡൻസ് ബേസ്ഡ്.
സോ ഈ ഒരു ആർട്ടിക്കിളിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഫസ്റ്റ് ബൂസ്റ്റർ ഡോസ് എന്താണ്? ഫുള്ളി വാക്സിനേറ്റഡ് ആയിട്ടുള്ള ഒരു ഇൻഡിവിജ്വൽ, അവർ ഇമ്മ്യൂണോ കോംപ്രമൈസ് ആയിട്ടുള്ള ഒരു ഇൻഡിവിജ്വൽ ആണെങ്കിൽ നമ്മൾ തേർഡ് ഡോസും കൂടി അഡ്മിനിസ്റ്റർ ചെയ്യും ഇല്ലേ? സോ ഇതിനെയാണ് നമ്മൾ ബൂസ്റ്റർ ഡോസ് എന്ന് പറയുന്നത്. സോ ഈ ഒരു ആർട്ടിക്കിളിൽ മെയിനായിട്ട് പറയുന്നത് നമ്മളിപ്പോൾ ബൂസ്റ്റർ ഡോസ് എടുക്കണോ വേണ്ടയോ എന്നുള്ള ഡിസിഷൻ നോക്കുമ്പോഴേക്കും ഫസ്റ്റ് നമ്മൾ നോക്കേണ്ട ക്രൈറ്റീരിയാസ് ഏതൊക്കെയാണെന്നാണ് പറയേണ്ടത്. സോ നമ്മളിപ്പം ഇന്ത്യ നോക്കുകയാണെങ്കിൽ നമ്മളിപ്പോൾ സെക്കൻഡ് ഡോസ് വാക്സിനേഷന് വേണ്ടി സ്ട്രഗിൾ ചെയ്യുകയാണല്ലേ. ഈ ഒരു വാക്സിനേഷൻ ഡ്രൈവ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ടൈമിൽ UK, ഇസ്രയേൽ, US ഇങ്ങനെയുള്ള രാജ്യങ്ങൾ നോക്കുകയാണെങ്കിൽ അവർ ബൂസ്റ്റർ ഡോസ് അഡ്മിനിസ്റ്റർ ചെയ്യുകയാണ്. സോ ഇവിടുത്തെ ഏറ്റവും വലിയ കൺസേൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വാക്സിൻ ഇക്വിറ്റി തന്നെയാണ്. കാരണം ഡെവലപ്പിംഗ് നേഷൻ ആണെങ്കിലും പുവർ നേഷൻസ് ആണെങ്കിലും എന്താണ് സെക്കൻഡ് ഡോസും അല്ലെങ്കിൽ ആ ഒരു വാക്സിൻ സപ്ലൈയുമായി ബന്ധപ്പെട്ടുള്ള ഷോക്കിൽ സ്ട്രഗിൾ ചെയ്യുമ്പോഴേക്കും ഈ ഒരു ഡെവലപ്ഡ് നേഷൻസ് തേർഡ് ഡോസിലേക്ക് പോവുകയാണ്. സോ ഈ ഒരു ബൂസ്റ്റർ ഡോസ് എന്ന് കേൾക്കുമ്പോഴേക്കും ഏറ്റവും വലിയ ആർഗ്യുമെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഈ ഒരു വാക്സിൻ ഇക്വിറ്റി തന്നെയാണ്. ക്രൈറ്റീരിയയെ പറ്റി പറയുകയാണെങ്കിൽ ഫസ്റ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മളിപ്പം വാക്സിൻ എടുത്തു കഴിഞ്ഞാൽ എത്രത്തോളം ഇമ്മ്യൂണിറ്റി അതിന് ഓഫർ ചെയ്യാൻ പറ്റും, അത് നമ്മൾ ഫസ്റ്റ് ഐഡൻറ്റിഫൈ ചെയ്യണം. സെക്കൻഡ്, നമ്മളിപ്പോൾ ഫുള്ളി വാക്സിനേറ്റഡ് ആയാൽ തന്നെ നമുക്ക് എന്താണ് ആൻറ്റിബോഡീസ് നമ്മുടെ ബോഡിയിൽ ജനറേറ്റ് ചെയ്യും ഇല്ലേ? ഈ ആൻറ്റിബോഡീസ് പിന്നീട് കുറയുന്നുണ്ടോ എന്നുള്ളതാണ് നമ്മൾ ഫസ്റ്റ് കൺസിഡർ ചെയ്യേണ്ടത്. സെക്കൻഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ വാക്സിനും ഓരോ എഫിഷ്യൻസിയാണുള്ളത്. സോ ടൈം കഴിയും തോറും ഈ ഒരു എഫിഷ്യൻസി കുറയുന്നുണ്ടോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യണം. ഇത് കൂടാതെ തന്നെ മൂന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ബൂസ്റ്റർ ഡോസ് എടുത്താൽ തന്നെയും പിന്നീട് സിവിയർ ആയിട്ടുള്ള രോഗം വരാനുള്ള ആ ഒരു റിസ്കിനെ തടയുന്നുണ്ടോ, അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു പ്രോബബിലിറ്റി നമ്മൾ ചെക്ക് ചെയ്യണം. കാരണം ഈ ഒരു ബൂസ്റ്റർ ഡോസ് എത്ര നാൾ ഉണ്ടാവുമെന്ന് നമുക്കറിയത്തില്ല. US ഇസ്രയേലിലും ഇത്തരത്തിലുള്ള എന്താണ് ഈ ഒരു ബൂസ്റ്റർ ഡോസിൻ്റെ അഡ്മിനിസ്ട്രേഷൻ നടത്താനുള്ള റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഈ ഒരു ബ്രേക്ക് ത്രൂ ഇൻഫെക്ഷൻ്റെ ആ ഒരു ഇൻസിഡൻസ് കൂടി വരികയാണ്. സോ ഓരോ ടൈം കഴിയും തോറും ഈ ഒരു സെക്കൻഡ് ഡോസിൻ്റെ ആ ഒരു എഫിഷ്യൻസി കുറയുന്നുണ്ട്. അതുകൊണ്ടാണ് അഡീഷണൽ ആയിട്ട് അവർ ബൂസ്റ്റർ ഡോസ് കൊടുക്കുന്നത്. സോ ഇസ്രായേൽ നടത്തിയിട്ടുള്ള പഠനങ്ങളിൽ നിന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബൂസ്റ്റർ ഡോസിന് ഇത്തരത്തിലുള്ള ബ്രേക്ക് ത്രൂ ഇൻഫെക്ഷനിൽ നിന്ന് ജനങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള കേപ്പബിലിറ്റി ഉണ്ട്. ഏകദേശം 5 മാസമെങ്കിലും ആ ഒരു ഇമ്മ്യൂണിറ്റി പ്രൊവൈഡ് ചെയ്യാൻ പറ്റുമെന്നാണ് പറയുന്നത്. പേജ് നമ്പർ 12 പോകുമ്പോഴേക്കും റിപ്പീറ്റഡ് ആയിട്ടുള്ള ആർട്ടിക്കിൾസ് ആണ്. നമ്മളിപ്പോൾ കേരള ഫ്ലഡും ഉത്തരാഖണ്ഡിലെ ആ ഒരു ഡിസാസ്റ്റർ മാനേജ്മെൻറ്റുമായി ബന്ധപ്പെട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ റിപ്പീറ്റഡ് ആയിട്ട് ഈ ഒരു 2 ആഴ്ചയായിട്ട് പറയുന്നുണ്ട്. അതിൻ്റെ ബേസിസിൽ ആ ഒരു ആർട്ടിക്കിൾ വായിച്ചു നോക്കുക. ഒപ്പം തന്നെ ജനറ്റിക്കലി മോഡിഫൈഡ് ആയിട്ടുള്ള ആ ഒരു റൈസുമായി ബന്ധപ്പെട്ടുള്ള ആ ഒരു കോൺട്രവേഴ്സിയുമായി ബന്ധപ്പെട്ടുള്ളൊരു ആർട്ടിക്കിൾ കാണാം. ഇത് കൂടാതെ തന്നെ ഷാറുഖ് ഖാൻ്റെ മകനായിട്ടുള്ള ആര്യ ഖാൻ്റെ ആ ഒരു ഡ്രഗ് കേസുമായി ബന്ധപ്പെട്ടുള്ള ഒരു ആർട്ടിക്കിളുണ്ട്. ഇതിൽ NDPS ആക്ടിനെ പറ്റി പറയുന്നുണ്ട്. ഈ ഒരു ആക്ടിൻ്റെ പ്രൊവിഷൻസ് എല്ലാം തന്നെ UPSC പോയിന്റ് ഓഫ് വ്യൂവിലൊന്ന് ഓർത്ത് വെച്ചേക്കുക. ഇത് കൂടാതെ തന്നെ നമുക്കറിയാം COVID-19 ഫൈനൽ അപ്രൂവൽ, അതായത് 2 തൊട്ട് 18 വയസ്സിനിടയിലുള്ള കുട്ടികൾക്ക് കോവാക്സിൻ അഡ്മിനിസ്റ്റർ ചെയ്യാനുള്ള ആ ഒരു ഫൈനൽ അപ്രൂവലുമായി ബന്ധപ്പെട്ടുള്ള ഒരു ആർട്ടിക്കിളുണ്ട്. ഇത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. ആ ഒരു ആർട്ടിക്കിളും കൂടി വായിച്ചു നോക്കുക. ഇനി പേജ് നമ്പർ 13 പോകുമ്പോഴേക്കും വെസ്റ്റേൺ കട്ട്സുമായി ബന്ധപ്പെട്ടുള്ള ആർട്ടിക്കിളുണ്ട്. ഈ ഒരു ആർട്ടിക്കിൾ സ്കിപ്പ് ചെയ്യരുത്, ഫുള്ളിരുന്ന് വായിച്ചു നോക്കുക. ഇത് കൂടാതെ തന്നെ പേജ് നമ്പർ 14 പോകുമ്പോഴേക്കും എന്താണ് എക്കണോമി റിലേറ്റഡ് ആയിട്ടുള്ള ആർട്ടിക്കിളൊന്നുമില്ല. പിന്നീട് ഒരു ഇൻ്റർവ്യൂ കാണാം. ആ ഒരു ഇൻ്റർവ്യൂ ഒന്നും നമുക്ക് വായിച്ചു നോക്കണ്ട. പക്ഷേ ആ ഒരു ടൈറ്റിലിൽ പറയുന്നുണ്ട് സൈബർ സെക്യൂരിറ്റി എന്ന് പറയുന്നത് ടോപ്പ് പ്രയോറിറ്റിയാണ്. സോ നമ്മൾ റീസെൻ്റ് ആയിട്ട് നമ്മുടെ പുതിയ നാഷണൽ സെക്യൂരിറ്റി നിയമങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ പോളിസിയുമായി ബന്ധപ്പെട്ടുള്ള എഡിറ്റോറിയൽ ആർട്ടിക്കിൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇല്ലേ? സോ ആ ഒരു ആർട്ടിക്കിളിൽ ഈ ഒരു സൈബർ സെക്യൂരിറ്റി എന്ന് പറയുന്നത് എന്താണ് ബോർഡറിൽ മാത്രമല്ല എഫക്റ്റ് ചെയ്യുന്നത്, ബിസിനസ്സിനെ എഫക്റ്റ് ചെയ്യും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ഒരു പോയിന്റ് ഓഫ് വ്യൂയിലാണ് ഈ ഒരു ആർട്ടിക്കിളിൻ്റെ ടൈറ്റിൽ വായിക്കുമ്പം ഓർമ്മയിൽ വരേണ്ടത്. സോ ഈ ഒരു റിപ്പീറ്റഡ് ആർട്ടിക്കിൾസ് എല്ലാം തന്നെ ഇൻക്ലൂഡിങ് ഈ ഒരു സൈബർ സെക്യൂരിറ്റിയുമായി പറഞ്ഞിട്ടുള്ള റിപ്പീറ്റഡ് ആർട്ടിക്കിൾസ് എല്ലാം തന്നെ നമ്മൾ കമൻറ്റ് സെക്ഷനിൽ കൊടുക്കാവുന്നതാണ്. ഇത് കൂടാതെ തന്നെ ഹിന്ദുവിൻ്റെ മാഗസീൻ ഉണ്ട്. സൺഡേയിലെ ഈ ഒരു മാഗസീനിൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഒരു ആർട്ടിക്കിൾ ഉണ്ട് പേജ് നമ്പർ 6 ഇൻഡൈജസ്റ്റബിൾ ഹങ്കർ ഇൻഡെക്സ്. സോ റീസെൻ്റ് ആയിട്ടുള്ള ഹങ്കർ ഇൻഡെക്സിൻ്റെ ആ ഒരു റാങ്കിങ്ങുമായി ബന്ധപ്പെട്ടുള്ള ഒരു ആർട്ടിക്കിളാണ്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ആർട്ടിക്കിളാണ്. സോ ഇതിൽ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊന്ന് വായിച്ചു വെക്കുക. ഇത് കൂടാതെ തന്നെ ഈ ഒരു മാഗസീൻ്റെ ബാക്ക് പേജിലേക്ക് വരുമ്പോഴേക്കും പെഗാസസുമായി ബന്ധപ്പെട്ടുള്ള ഒരു കോട്ട് കാണാം. അതായത് പെഗാസസ് ഈസ് എ ഗ്രേറ്റ് എക്സാമ്പിൾ ഓഫ് ഹൗ ദി ഗവൺമെൻറ് വാണ്ട്സ് ഇൻഫർമേഷൻ ഓൺ എവ്രിബഡി ബട്ട് വിൽ നോട്ട് ഗിവ് ഇൻഫർമേഷൻ ഇൻ റിട്ടേൺ. സോ ഈ ഒരു ടൈറ്റിൽ അല്ലെങ്കിൽ ഈ ഒരു വേർഡ്സ് നമ്മൾ കണക്ട് ചെയ്യേണ്ടത് റൈറ്റ് ടു ഇൻഫർമേഷൻ ആണ്. സോ റൈറ്റ് ടു ഇൻഫർമേഷൻ എന്ന് പറഞ്ഞ് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോഴേക്കും നമുക്ക് വിത്തിൻ ടൈമിനുള്ളിൽ എന്ത് ചെയ്യത്തില്ല, റിപ്ലൈ കിട്ടാറില്ല. സോ ഈ ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ ഈ ഒരു സെൻറ്റൻസ് ഓർത്ത് വെക്കുക, നിങ്ങൾക്ക് എവിടെയെങ്കിലും യൂസ് ചെയ്യാൻ പറ്റും. സോ ഇന്നത്തെ സെഷൻ നമ്മളിവിടെ കൺക്ലൂഡ് ചെയ്യുകയാണ്. സോ
ക്ലാസ്സസുമായി ബന്ധപ്പെട്ടിട്ട് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ കൊടുക്കാവുന്നതാണ്. താങ്ക് യു സോ മച്ച്.